Hi friends, we will video Keem 2020 question workout second part. First part already uploaded and the link take. This is part. First question. A solid sphere of volume V experience a viscous force F when descending with a speed V in a liquid. If another solid sphere of volume 27V descends with the same speed V in the same liquid, it experiences a viscous force. Viscous force is a sphere or liquid viscous force. Viscous force formula Stokes formula F is equal to 6 by eta RV. 6 by constant eta liquid in the coefficient of viscosity. Liquid constant. In the case liquid same liquid constant. Same speed same speed V constant. This force force is directly proportional to radius of sphere. Sphere radius depend constant question okay ini avada endha change irunna aathora sphere eduthu volume v aanu രണ്ടാമത്തെ സ്പിയറിന്റെ വോളിയം വേറെയാ 27v അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്തു അപ്പോൾ നോക്കാം വോളിയം എങ്ങനെയാ കാണുന്നത് ഒരു സ്പിയറിന്റെ വോളിയം എങ്ങനെ കാണും ഒരു സ്പിയറിന്റെ വോളിയം കാണുന്നത് എങ്ങനെയാ v is equal to 4/3 pi r cube ഇങ്ങനെ വോളിയം കാണുന്നത് അതായത് 4 3 pi ഈ മൂന്നും കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വോളിയം ആർക്ക് ഡയറക്ട്ലി പ്രൊപോർഷണൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു r cube ആണല്ലോ നീ ഇവിടുന്ന് 6 കാണാൻ എന്ത് ചെയ്യണം നീ ക്യൂബ് മാറ്റണം ക്യൂബ് മാറ്റുക എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ക്യൂബ് റൂട്ട് എടുക്കുക അപ്പൊ എന്തായിട്ട് ഇവിടെ v raised to 1/3 is proportional to ഇവിടെ എന്താണ് r cube raised to 1/3 എന്താ 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എന്നാണ് അപ്പൊ ഇവിടെ എന്തായിട്ടും v raised to 1/3 is proportional to ഈ 3 ക്യാൻസൽ അപ്പൊ എന്ത് കിട്ടി 6 എന്ന് കിട്ടി ക്യൂബ് റൂട്ട് എടുത്താൽ ക്യൂബ് മാറ്റാൻ വേണ്ട ക്യൂബ് റൂട്ട് എടുത്തത് അപ്പൊ എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ v raised to 1/3 is directly proportional to r. തിരിച്ചും പറയാം എന്ത് പറയാം r is directly proportional to v raised to 1/3 എന്നും പറയാം എനിക്ക് r ന്റെ കേസാ വേണ്ടത് അപ്പൊ r ആർക്ക് പ്രൊപ്പോർഷണൽ വോളിയത്തിന്റെ വോളിയമാണ് വെലോസിറ്റി അല്ല വോളിയമാണ് വോളിയം raised to 1/3 ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ f is proportional to r ആർക്ക് പ്രൊപ്പോർഷണൽ r is proportional to v raised to 1/3 v എന്നുള്ള വോളിയമാണ് V എന്ന് പറഞ്ഞാൽ വോളിയമാണ് അപ്പം ഇത് രണ്ടും ഏത് പ്രൊപ്പോർഷണലാ F is proportional to V raised to 1/3 F is proportional to R ആണ് R ആർക്ക് പ്രൊപ്പോർഷണലാ V raised to 1/3 ക്ക് പ്രൊപ്പോർഷണൽ ആണ് അങ്ങനെയാണ് എന്ത് പറയാം F is proportional to V raised to 1/3 ഇവിടെ ആൻസർ വന്നു എന്നോട് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്ന വോളിയവുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ F1 കണ്ടാൽ എന്താ F1 എന്ന് പറഞ്ഞാൽ F1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും V1 raised to 1/3 ആയിരിക്കും F2 കാണുന്നു എന്താ F2 എന്ന് പറഞ്ഞാൽ V2 raised to 1/3 ആയിരിക്കും റേഷ്യോ കാണുകയാണ് is equal to പ്രൊപ്പോർഷണൽ ആണ് പ്രൊപ്പോർഷണൽ മാറ്റാൻ വേണ്ടി റേഷ്യോ കാണുന്നത് അപ്പൊ F1/F2 is equal to എന്തായിരിക്കും F1 നേർക്ക് എന്ത് ചെയ്താ V1 raised to 1/3 F2 നേർക്ക് എന്ത് ചെയ്താ V2 raised to 1/3 ആദ്യം പറയുന്നു ക്വസ്റ്റ്യനിൽ പറയുന്നു V1 എത്രയെന്ന് പറയുന്നുണ്ട് V1 V എന്ന് പറയുന്നു V2 എന്ന് പറഞ്ഞാൽ 27V എന്ന് പറയുന്നു പിന്നെ എന്താ ആദ്യത്തെ ഫോഴ്സ് F എന്നാ പറയുന്നത് അല്ലേ ഫസ്റ്റ് ഫോഴ്സ് F എന്ന് പറയുന്നു ഫസ്റ്റ് ഫോഴ്സ് എത്ര F1 ന്റെ വാല്യൂ എത്രയെന്ന് പറയുന്നുണ്ട് F1 ന്റെ വാല്യൂ F എന്ന് പറയുന്നു എന്ത് കാണണം F2 ന്റെ വാല്യൂ കാണണം എങ്ങനെ കാണും ഇവിടെ നോക്കി ജസ്റ്റ് മനസ്സിലാക്കാൻ മതിയാണ് ഇവിടെ നോക്കി F1 ന്റെ സ്ഥാനത്ത് കൊടുക്കാം F കൊടുക്കാം F ഡിവൈഡ് ബൈ F2 കാണണം F2 equal to V1 raised to 1/3 എന്താ V1 എന്ന് പറഞ്ഞാൽ V അപ്പൊ V raised to വേണം ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്ക് 1/3 ഇല്ലേ അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് കൊടുക്കാം ഇതെങ്ങനെ കൊടുക്കാം the whole raised to 1/3 അപ്പം കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും രണ്ടുപേർക്കുള്ളതുകൊണ്ട് കോമൺ എടുത്തു അപ്പൊ എന്ത് ചെയ്യാം V1 ന്റെ സ്ഥാനത്ത് V ഡിവൈഡ് ബൈ V2 ന്റെ സ്ഥാനത്ത് എന്താണ് 27V the whole raised to എന്താ 1/3 ഇവിടെ കട്ട് ഇവിടെ കട്ട് ഇവിടെ 1 ഇവിടെ 27 അപ്പൊ എത്ര കിട്ടും
F by F2 equal to 1 raised to 1 by 3 എന്ന് പറഞ്ഞാൽ 1. 1ന്റെ ക്യൂബ് റൂട്ട് 1. 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3. F2 അല്ലേ കാണുന്നുണ്ട്. F2 ഇങ്ങനെ ക്രോസ് ചെയ്യും. F2 into 1 എന്ത് കിട്ടും? F2 3 into F എന്താണ്? 3F. അതിന്റെ മീനിങ് എന്താ? F2 എന്ന് പറഞ്ഞാൽ 3F ഈക്വൽ. ഇപ്പോഴത്തെ വിസ്കസ് ഫോഴ്സ് ആദ്യത്തെ ഉണ്ടായ വിസ്കസ് ഫോഴ്സിന്റെ 3 ടൈംസ് ആണ്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ ഇ, അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് 3F. അപ്പൊ എത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇത്രയും സ്റ്റെപ്പിനൊന്നും ആവശ്യമില്ല. അവിടെ തന്നെ ആൻസർ കിട്ടും നിങ്ങൾക്ക്. ആ 27 കാണും വരെ ഹോൾ റൈസ് ടു 1/3 ആണ് കിട്ടിയാലേ കിട്ടി. 3 എന്ന് കിട്ടി. വേറെ ഒന്നും ഓപ്ഷൻ 3 ഇല്ല. 27ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 3 ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഈ കോൺസെപ്റ്റ് മാത്രം മനസ്സിലായാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 taps supply water to a container, one at temperature 20 degrees Celsius at the rate of 20 kg per minute and another at 80 degrees Celsius at a rate of 1 kg per minute. If the container gets water from 2 taps simultaneously for 10 minutes, then temperature of water in the container is. Okay. അപ്പൊ എന്താ പറയുന്നത്? ഒരു കണ്ടെയ്നർ എടുക്കുന്നു, രണ്ട് ടാപ്പ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ആ രണ്ട് ടാപ്പിന്റെ പ്രത്യേകത എന്താ? ഒരു ടാപ്പിലെ ടെമ്പറേച്ചർ എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. അവിടുത്തെ റേറ്റ് എത്രയാ? 2 kg per minute. അപ്പൊ എന്താ 2 kg per minute എന്ന് പറഞ്ഞാൽ? ഒരു മിനിറ്റിൽ 2 kg വാട്ടർ ആണ് അതിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ആണല്ലോ. ഒരു മിനിറ്റിൽ 2 kg ആണ്. രണ്ടാമത്തെ കേസ് ആണെങ്കിലോ 1 kg per minute ആണ്. 80 ഡിഗ്രി സെൽഷ്യസ്. ഒന്ന് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, കോൾഡ് വാട്ടർ ആണ്. മറ്റ് വാട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് വാട്ടർ ആണ്. മറ്റെത്രയാണ്? 80 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഹോട്ട് വാട്ടർ ആണ്. അപ്പൊ രണ്ടും കൂടെ ഒരു കണ്ടെയ്നറിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സപ്ലൈ ചെയ്തു അല്ലെ ഫില്ല് ചെയ്യുന്നു. ആ കണ്ടെയ്നറിന്റെ മൊത്തം 10 മിനിറ്റ് ആണ് ടാപ്പ് ഓൺ ആക്കി വെച്ചത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് നോക്കി. ഒരു മിനിറ്റ് 2 kg, ഒരു മിനിറ്റിൽ 2 kg, 2 മിനിറ്റ് ആകുമ്പോൾ എത്ര? 4 kg. 10 മിനിറ്റ് ആകുമ്പോഴോ 20 kg. അപ്പൊ ഫസ്റ്റ് ടാപ്പ് എത്ര kg വാട്ടർ അതിലേക്ക് സപ്ലൈ ചെയ്യുന്നത്? 20 kg. അങ്ങനെ ഇട്ടത് ഒരു മിനിറ്റ് 2 kg എന്ന് പറയുന്നു ആണല്ലോ. അപ്പൊ എത്ര? 10 മിനിറ്റ് എത്രയായിരിക്കും? 20 kg. ഒരു മിനിറ്റ് 2 ആണെങ്കിൽ 2 മിനിറ്റ് എത്ര? 4. 3 മിനിറ്റ് എത്ര? 6. 5 മിനിറ്റ് എത്രയാവും? 10. 10 മിനിറ്റ് എത്ര? 20. ഇൻറ്റു കൊടുത്താൽ മതി. 2 into 10. അപ്പൊ എത്ര കിട്ടി? 20 kg. അതുപോലെ ഒരു മിനിറ്റില് 1 കിലോഗ്രാം, ഒരു മിനിറ്റ് 1 കിലോഗ്രാം, 2 മിനിറ്റ് 2 കിലോഗ്രാം, 10 മിനിറ്റ് 10 കിലോഗ്രാം. അപ്പൊ രണ്ടിന്റെയും മാസ് കിട്ടി. ഓക്കെ, രണ്ടിന്റെ മാസ് കിട്ടിയ M1 എത്രയെന്ന് പറയുന്നു? 20 kg. 2 into 10 ആണ് കേട്ടോ. ഒരു മിനിറ്റ് 2 kg, 10 മിനിറ്റ് ആകുമ്പോൾ 20 kg. M2 10 kg, 1 kilogram per minute ആയതുകൊണ്ടാ. പിന്നെ ടെമ്പറേച്ചർ T1 20 ഡിഗ്രി സെൽഷ്യസ്. ഏറെ കൺവേർട്ട് ചെയ്യാം? 20 ഡിഗ്രി സെൽഷ്യസ് നേരെ കൺവേർട്ട് ചെയ്യുക, നമ്മുടെ കെൽവിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ 273 + 20 അപ്പൊ എത്ര കിട്ടും? 293 കെൽവിൻ. T2 എത്ര? 80 ഡിഗ്രി സെൽഷ്യസ്. 273 + 80 353 കെൽവിൻ. നമുക്ക് എന്ത് കാണണം? ആ കണ്ടെയ്നറിന്റെ വാട്ടർ ടെമ്പറേച്ചർ കാണണം. അപ്പൊ ഒരു കണ്ടെയ്നറിലേക്ക് കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും ഫില്ല് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പൊ അവിടെ മിക്സ് ആവുകയെ. അപ്പൊ എന്താണ്? ലോ ഓഫ് മിക്സേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മിക്സേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ. അവിടെ എന്താ പറയുന്നത്? ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യുമ്പം ഹോട്ട് വാട്ടറിൽ നിന്നും കോൾഡ് വാട്ടറിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറയുമ്പം ഹോട്ട് വാട്ടറിന് ഹീറ്റ് നഷ്ടപ്പെടുകയും കോൾഡ് വാട്ടറിന് ഹീറ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്താണ് ലോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മിക്സേഴ്സ് പറയുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി എന്താ പറയുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഹീറ്റ് കാണുന്നത്? ഹീറ്റ് കാണുന്ന ഫോർമുല എന്താ? Q is equal to MC into delta T. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനിൽ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുന്നത്. ഓപ്ഷൻ കെൽവിൻ പറഞ്ഞാൽ മാത്രം നമ്മൾ കൺവേർട്ട് ചെയ്താൽ കേട്ടോ. ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഡിഗ്രി സെൽഷ്യസിൽ കൊടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഒരു റിസൾട്ടന്റ് ടെമ്പറേച്ചർ ഉണ്ട്. എന്താ റിസൾട്ടന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കൂടെ മിക്സ് ചെയ്തു.
മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആണ് ആ ഹോട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറയുകയും കോൾഡ് വാട്ടർ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. ഒരു റിസൾട്ട് ടെമ്പറേച്ചർ ഉണ്ടാവും. ആ റിസൾട്ട് ടെമ്പറേച്ചർ ആണ് കണ്ടെയ്നറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ മിക്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ടെമ്പറേച്ചർ, അതിനെ ടി എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്താ കോൾഡ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസ് T1 ആണല്ലോ. ഇതിനെന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ എന്തെങ്കിലും കൂടും. അപ്പൊ എങ്ങനെയാ അവിടെ ചേഞ്ച് കാണുന്നത്? T-20. എന്തുകൊണ്ടാണ്? ഇത് 50 വിചാരിച്ച്, അപ്പൊ എത്ര ചേഞ്ച് ആയി? 20 50 ആയി. എത്ര? 30 കൂടി. ആ 30 എങ്ങനെ കിട്ടിയത്? 50 - 20. അതുപോലെ ഇവിടുത്തെ ചേഞ്ച് എത്ര? T-20. മറ്റേ കേസിലാണെങ്കിലോ 80 അല്ലേ, അവിടെ ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? കുറയുന്നു. ടെമ്പറേച്ചർ കുറയുന്നു. ഇത് എത്ര? T കിട്ടും. ടെമ്പറേച്ചർ കുറഞ്ഞു. 80 50 ആയി, 30 കുറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നോക്കി, അപ്പൊ ഇവിടെ എന്താണ്? C മാറുന്നില്ല, രണ്ടും വാട്ടർ ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഈക്വൽ ആണ്, സെയിം ആണ്. ഡെൽറ്റ ടി എങ്ങനെ കാണുന്നത്? ഇവിടെ ഫസ്റ്റ് ആൾ കോൾഡ് ബോഡിയാണ്, ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. T-20. അവിടെയാണെങ്കിലോ ഇവിടെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്തു. അവിടെ T-20. അവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറഞ്ഞു. അതുകൊണ്ട് എന്താണ്? M2C എത്രയാണ്? 80 - T ആണ് കാണാൻ പറയുന്നത്. വാല്യൂ കൊടുക്കുക. എന്താ M എന്ന് പറഞ്ഞാൽ 20. ഇവിടെ C ക്യാൻസൽ. 20 ഇവിടെ എത്ര? T-20 ഈക്വൽ ടു അവിടെ എത്രയാണ്? ഇവിടെ 1 കൊടുത്തു. 1 80 - T. ഒന്ന് ഇവിടെ ഒരു 0 പോയ, ഇവിടെ 0 ഇവിടെ 0. 20 10 M1 M2 0 കട്ട് ചെയ്. 2 ആകത്ത് കയറ്റിയേ. 2T - 2 × 20 എത്ര? 40. ഇവിടെ 1 ആൻഡ് എന്ത് തന്നെയാണ്? 80 - T. ആ -40 അപ്പുറത്തുണ്ടായി, -T ഇപ്പുറത്തുണ്ട്. അവിടെ എന്തുണ്ട്? 2T ഉണ്ട്, -T ഇപ്പുറത്തും എന്തായി? +T ആയി. അവിടെ 80 ഉണ്ട്, -40 അപ്പുറത്തുണ്ടോ? +40. ആൻസർ എത്ര? 120. 3T = 120. അപ്പൊ എത്ര കിട്ടും? 3T = 120. T കാണാൻ പറഞ്ഞ 120 ഡിവൈഡ് ബൈ എത്ര? 3. ആൻസർ 40 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഉണ്ടോ നോക്കി? 40 ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി. അപ്പൊ എത്രേ ഉള്ളൂ? ഈ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി ടു 1/27 ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വോളിയം. ദെൻ ഇറ്റ്സ് പ്രഷർ ബിക്കംസ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ തെർമോഡൈനാമിക്സിൽ നിന്ന് ഒന്ന് ഐസോ തെർമൽ ആണെങ്കിൽ PV is a constant, അഡിയബാറ്റിക് ആണെങ്കിൽ PV raised gamma is a constant. അപ്പൊ എന്താണ് അഡിയബാറ്റിക്? PV raised gamma is a constant എന്ന് പറഞ്ഞാൽ P1 V1 equal to P2 V2 raised gamma. P1 V1 raised gamma equal to P2 V2 raised gamma. ഇവിടെ ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ എന്ത് പറയുന്നു? കംപ്രസ് ചെയ്യുന്നു. ഇനിഷ്യൽ വോളിയത്തിന്റെ എത്രയായി? 1/27 ആയി ഫൈനൽ വോളിയം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം. അവിടെ ഞാൻ എവിടെ നോക്ക്? P1 ഇനിഷ്യൽ പ്രഷർ ഞാൻ P എന്ന് എടുത്തു. P2 കാണണം. V1 എത്രയാണ്? ഇനിഷ്യൽ വോളിയം V എന്ന് എടുത്തു. V2 എത്രയെന്ന് പറയുന്നു? ഇതിന്റെ 1/27 എന്ന് പറഞ്ഞാൽ V/27 ഫസ്റ്റിൽ പറഞ്ഞു. ഇനി മോണോ അറ്റോമിക് ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അതിന്റെ ഗാമ കാണുന്ന വാല്യൂ മോണോ അറ്റോമിക് ആയതുകൊണ്ട് 5/3. അപ്പൊ നമ്മൾ മോണോ അറ്റോമിക് ഡൈ അറ്റോമിക് രണ്ടും പഠിച്ചിരിക്കും കേട്ടോ. ഡൈ അറ്റോമിക് ആണെങ്കിൽ 1.4 എന്നാണ് കിട്ടുന്നത്. 1.4 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 7/5 ആണ് കേട്ടോ. ഏതാണെങ്കിൽ ഡൈ അറ്റോമിക് ആണെങ്കിൽ 7/5 ആണ്. മോണോ അറ്റോമിക് ആണെങ്കിൽ 5/3 ആണ്. അപ്പൊ നോക്കിക്കേ, അപ്ലൈ ചെയ്ത് നോക്കാം. ഇക്വേഷൻ അപ്ലൈ ചെയ്തു. നമുക്ക് P2 കാണേണ്ടത്. V2 ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? P2 = V2 ക്രോസ് ചെയ്തു. P1 V1 raised gamma ഡിവൈഡ് ബൈ എന്താണ്? V2 raised gamma. ഗാമ രണ്ടുപേർക്കും ഇല്ലേ? കോമൺ കോഡ്. P2 = P1 × V1/V2 the whole raised to എന്താണ്? ഗാമ. വാല്യൂ കൊടുത്തേ. ഇവിടെ വാല്യൂ എടുത്ത് കൊടുത്തേ. P2 = P1 ന്റെ വാല്യൂ എത്ര? P. V1 ഇവിടെ നമുക്ക് എന്താ ചെയ്താ? V1 ന്റെ വാല്യൂ എത്രയാണ്? V. രണ്ടും ഗാമകൾ കോമൺ കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ കിടന്നാൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഓട്ടോമാറ്റിക് ഒറ്റ സ്റ്റെപ്പിൽ എന്ത് കൊടുത്താൽ? ഹോൾ റൈസ് ടു ഗാമ എന്ന് കൊടുത്താൽ കോമൺ ആയിട്ട് കൊടുത്താൽ മതി. അപ്പം V2 ന്റെ വാല്യൂ എത്രയാണ്? V/27 ആണ്. അപ്പൊ 27 അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും. ദ ഹോൾ റൈസ് ടു ഗാമ വാല്യൂ എത്ര? 5/3. അത് മുകളിൽ പോവേ. ഈ V ക്യാൻസൽ ഇവിടെ 1. ഈ 27 അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോകും കേട്ടോ.
അപ്പൊ എന്ത് കിട്ടും അവിടെ? P2 ഈക്വൽ ടു 27 മോളിൽ പോയ 27/1 27. അപ്പൊ 27 the whole raised to എന്തുണ്ട്? 5/3 ഇൻറ്റു എന്താണ്? P. Pക്ക് ഹോൾ റേസ്റ്റ് 5/3 ഇല്ല. ഈ 1/27 ആണ് മോളിൽ പോയി. അപ്പൊ 27 ഹോൾ റേസ്റ്റ് 5/3. അപ്പൊ എങ്ങനെ കാണും നോക്കിയേ. നമുക്കറിയാം a raised to m എന്ന് പറയുന്നതാണ് a raised to m the whole raised to n. അതുപോലെ 27 raised to 5/3 എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എഴുതാം. 27 the whole raised to 1/3 എന്ന് കൊടുക്കുക. അടുത്ത raised to എന്ന് കൊടുക്കുക 5 കൊടുക്കുക. 1/3 into 5 അതാണ് 5/3 എന്ന് പറഞ്ഞത്. എന്താ 1/3 എന്ന് പറഞ്ഞാൽ? ക്യൂബ് റൂട്ട്. 27 ക്യൂബ് റൂട്ട് എത്ര? 3. എന്നിട്ട് 3 raised to 5 എത്ര? 3 raised to എന്ന് പറഞ്ഞാൽ 3 9 27 81 243 243. അപ്പൊ ആൻസർ എത്ര കിട്ടും? P2 ഈക്വൽ ടു 243 P. ആൻസർ എത്ര ടൈംസ്? 243 ടൈംസ് ഓഫ് ഇനിഷ്യൽ പ്രഷർ. 243 എന്നുണ്ടോ നോക്കിയേ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The value of Cp and Cv for a diatomic gas are. Diatomic gas അതൊരു നമ്മൾ എപ്പോഴും പഠിച്ചേക്കേണ്ടത്. Cv കാണുന്നത് എങ്ങനെയാ? F/2 into R എന്നാണ്. F/2 into R. ആരാ F എന്ന് പറഞ്ഞ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആരാണ് F എന്ന് പറഞ്ഞ? നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അഥവാ അറിയേണ്ടത് മോണോ അറ്റോമിക് ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. ഡയറ്റോമിക് ആണെങ്കിൽ 5 ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡയറ്റോമിക് അല്ലേ? അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 5 ആണ്. അപ്പൊ ആൻസർ എത്രയായിട്ട്? Cv എത്ര? 5/2 R. അടുത്ത് Cp കാണാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ? Cvയുടെ കൂടെ ഒരു R അങ്ങ് ആഡ് ചെയ്യാം. Cv എത്രയാണ്? 5/2 R അല്ലേ? പ്ലസ് ഒരു R ചെയ്യാം. ഈ 2 ക്രോസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5R പ്ലസ് 2R. എത്ര? 7R/2 ആൻസർ കേട്ടോ. അതേസമയം മോണോ അറ്റോമിക് ആണെങ്കിൽ F എന്ത് കൊടുക്കും? 3 കൊടുക്കും. മോണോ അറ്റോമിക് 3, ഡയറ്റോമിക് 5. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഈസി ആയിരുന്നു. ഈ വർഷം അങ്ങനെ ആയിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. 3 moles of an ideal gas are in a rigid cubical box with a side of length 0.170 meter. The ratio of the forces that the gas exert on each of 6 sides of the box when the gas temperatures are 27 degrees Celsius and 127 degrees Celsius. അപ്പൊ ഭയങ്കര ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു ക്യൂബിക്കൽ ബോക്സിനകത്ത് എന്ത് എടുക്കുന്നു? ഒരു ഐഡിയൽ ഗ്യാസ് എടുക്കുന്നു. ആ ക്യൂബിക്കൽ ബോക്സിന്റെ ലെന്ത് പറയുന്നുണ്ട്, ഒരു സൈഡിന്റെ ലെന്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് പിടിക്കേണ്ടത്? ടെമ്പറേച്ചർ മാറുന്നു. അത് 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറാണ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഫോഴ്സ് ഉണ്ടാവുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ടെമ്പറേച്ചർ കൂട്ടി 127 ആക്കി. 127 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ പ്രഷർ അതനുസരിച്ച് മാറും. പ്രഷർ മാറുന്ന ഫോഴ്സ് മാറും. ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കി, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ചാൾസ് ലൈക്കകത്ത് പറയുന്നത് എങ്ങനെ വോളിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു? എങ്ങനെ മനസ്സിലായി? ഒരു ക്യൂബിക്കൽ ബോക്സിനകത്താണ് ഗ്യാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചാലും ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആ ക്യൂബിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. നമ്മൾ എവിടെയാണോ എടുക്കുന്നത് അതാണ് വോളിയം എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ട് കേസിലും ടെമ്പറേച്ചർ മാറിയാലും മാറിയില്ലെങ്കിലും നമ്മുടെ ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ആരുടെ വോളിയത്തിന് ഈക്വൽ ആണ്? ക്യൂബിക്കൽ ബോക്സിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. അപ്പൊ ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല, വോളിയം കോൺസ്റ്റന്റ്. അപ്പൊ വോളിയം കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് ഈ ക്യൂബിക്ക എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ എയറിൽ ഇവിടെ സംഭവിക്കുന്ന വ്യത്യാസം വരും. അതേസമയത്ത് ഒരു ബോക്സിനകത്താണെങ്കിൽ വോളിയം എപ്പോഴും എന്താണ്? റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പിയും ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ആദ്യത്തെ ടെമ്പറേച്ചർ പറ. ആദ്യത്തെ ടെമ്പറേച്ചർ T1 കെൽവിനോട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ ചേഞ്ച് ആയതുകൊണ്ട് കൺവേർട്ട് ചെയ്യത്ത്. ആദ്യത്തെ 27 27 ഡിഗ്രി സെൽഷ്യസ് കൺവേർട്ട് ചെയ്യണം, മറന്നുപോലെ. 273 പ്ലസ് 27 300 കെൽവിനായി. അടുത്ത T2 എത്രയെന്ന് പറയുന്നു? 127. 273 പ്ലസ് 127 കൺവേർട്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടും? 400 ആയി. 400 കെൽവിൻ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ റേഷ്യോയിലെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ കാണുന്നു? ഇവിടെ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നറിയാം.
ഏരിയ കോൺസ്റ്റന്റ്. എന്തുകൊണ്ടാ? ക്യൂബിന്റെ എല്ലാ സൈഡിന്റെയും ഏരിയ എന്താണ്? സെയിം ആണ്. ടെമ്പറേച്ചർ മാറിയാലും മാറിയില്ലേലും ഏരിയ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് രണ്ട് ഏത് പ്രപ്പോർഷനാ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോഴ്സ് ആണല്ലോ. നമുക്ക് എന്ത് എഴുതാം? ഇതാ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോഴ്സ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്താണ്? ടെമ്പറേച്ചർ. പ്രഷർ ഈ രണ്ടുപേർക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കാരണം പ്രഷർ ഈ രണ്ടുപേർക്കും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. തിരിച്ചും പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ F1 കണ്ടാലോ? F1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T1 ആയിരിക്കും. F2 കണ്ടാലോ? എന്തായിരിക്കും? T2 ആയിരിക്കും. അപ്പൊ F1 by F2 കണ്ടാൽ T1 by T2. നമ്മൾ നേരത്തെ ഇതുപോലെ. അപ്പൊ എന്താ T1 എന്ന് പറഞ്ഞാൽ? സിംപ്ലോസ് ഇത്ര 300 ഡിവൈഡ് ബൈ എത്രയാണ്? 400. 2 0 കട്ട് ചെയ്ത് കളാ 3/4. വേറെ ഒരു കാൽക്കുലേഷൻ ആവശ്യമില്ല, ജസ്റ്റ് നോക്കുന്നത് മനസ്സിലാവും. ഇത് കൃത്യമായി കിട്ടുന്നത് ചാൾസ് ലാ പറയുന്നത് ഓളിംഗ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. എങ്ങനെയാ ഫോഴ്സ് കാണുന്നത്? സോറി, എങ്ങനെയാ പ്രഷർ കാണുന്നത്? ഫോഴ്സ് ബൈ ഏരിയ. ബോക്സിനകത്താണ് ഏരിയ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ആൻസർ ആയി. F1 by F2 എന്ന് പറഞ്ഞാൽ T1 by T2 ആയിരിക്കും. 300 by 4, 300 by 400, 3:4, 27 by 127 എടുക്കല്ലേ കേട്ടാ. ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. 300 by 400, 3/4. ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കി. 3/4, 3/4. 3/4 എന്ന് പറഞ്ഞാൽ 3:4. ഓപ്ഷൻ ഡി. 3/4 മീനിങ് എന്താ? 3:4 എന്നാണ്. ഓപ്ഷൻ ഡി.